പ്രേക്ഷകരിലേക്ക് വരികയാണ്. ഇത് ഇപ്പോൾ സാർ 60 വർഷമായിട്ട് സ്ത്രീ വേഷം കെട്ടുന്നു പറഞ്ഞു. പിന്നെ സാറിന് ഇപ്പോഴും ആ ഒരു പുരുഷ ലക്ഷണം ഇപ്പോഴും ഉണ്ട്, ചലനത്തിലും കൈയുടെ ആംഗ്യത്തിലും. പക്ഷെ ഇവർ 4 പേരിലും അത് കാണുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ, സാർ ഇപ്പൊ ആൺവേഷത്തിലായിരിക്കണം, ഞങ്ങൾ പെൺവേഷത്തിൽ മസിലും പിടിച്ച് ഇങ്ങനെ ഇരുന്ന നിങ്ങൾ ഉൾക്കൊള്ളത്തില്ല. ചുരിദാറ് സാരിയിലായിരിക്കും, സാരിയിലിരുന്ന സാരി പെണ്ണായിട്ട്. വേറൊരു കാര്യം, ഇത് ഇന്നും ഇന്നലെ അല്ല, ചുരിദാറിലിരുന്ന ആണായിട്ടിരിക്കാൻ പറ്റുമോ? കഥകളിൽ സ്ത്രീ വേഷത്തിലിരുന്ന ആംഗ്യമായിരിക്കും സാറിന് ഉണ്ടാവുന്നത്. ആ സ്ത്രീ വേഷം കെട്ടുമ്പോൾ ആ ശ്രേണഭാവം ഉണ്ടാവണം. സാറ് പറഞ്ഞ കഥകളിയിൽ മാത്രമല്ല, പണ്ട് ഓച്ചിറ വേലിക്കുട്ടി ബ്രഹ്മദത്തൻ അദ്ദേഹത്തിന്റെ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഓച്ചിറ വേലിക്കുട്ടിയും ഇംഗ്ലീഷിൽ ഹോളിവുഡിലെ ജോൺ ട്രവോൾട്ട വരെ ഈ സ്ത്രീ വേഷം കെട്ടി അഭിനയിച്ചിട്ടുള്ളതാണ്. ഈ മറ്റേ ഔവൈ ഷൺമുഖിയിൽ കമലഹാസൻ, തിലകന്റെ അവസാന വേഷങ്ങളിലൊന്ന് സ്ത്രീ വേഷമായിരുന്നല്ലോ. മനോജ് കെ ജയൻ, ചാർലി ചാപ്ലിൻ പോലും ദ ബിസി ഡേ എന്നും പറഞ്ഞ ഒരു സിനിമയിൽ സ്ത്രീ വേഷം കെട്ടി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒന്നും പിന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തിലൊന്നും പറഞ്ഞ പോലെ തന്നെ ദിലീപ് ഒരു ഇന്റർവ്യൂല് കാര്യങ്ങളെല്ലാം നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ 3-4 മാസം ശ്രേണഭാവങ്ങളിൽ അങ്ങനെ നടക്കാൻ പറ്റുന്നത്. അത് 1 മാസം ഇല്ലെങ്കിൽ 2 മാസമായിരിക്കും ഒരു മായാമോഹിനി സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള. അപ്പം പിന്നെ ആ ഗ്യാപ്പ് കഴിഞ്ഞ് ദിലീപ് എന്ത് 3 മാസം ശ്രേണഭാവത്തിൽ നടന്നത്? അപ്പൊ ഇത്രയും വർഷം കൊണ്ട് 10-14 വർഷം കളിക്കുന്ന നമുക്ക് ഇത്ര ശ്രേണഭാവത്തിൽ നടന്നതിലെ കുറ്റമുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ചേട്ടാ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ഇരിക്കുന്ന 4 പേര് ഞങ്ങൾ ചിലപ്പോ ഷിബു അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തിക്ക് ചിലപ്പോൾ ശ്രേണഭാവം കൂടുതലായിരിക്കാം. എന്നെ പോലെ സ്ത്രീവേഷം കെട്ടുന്ന ഒരുപാട് പേര് ഇങ്ങനെ നടക്കുന്ന, അവര് കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് കഴിയുന്നവർക്കും കൂടി ഈ ചേട്ടന്റെ ഈ ചോദ്യം കൊള്ളുന്നത്. കല്യാണം അപ്പൊ ഒരാളെ കണ്ടിട്ട് ഇങ്ങനെ സമൂഹം ഉണ്ടെന്ന് ചേട്ടൻ മനസ്സിലായി ജീവിക്കുന്ന കുറെ പേരുണ്ട്. ഈ വേഷം ചെയ്തിട്ട് എന്നെ ഏറ്റവും കൂടുതൽ ഒരുപാട് ജനങ്ങൾ എന്റെ ആരാധന തിരിച്ചറിയുന്നുള്ളൂ. അതേസമയം ഞാൻ ഈ വേഷം അഴിച്ചതോടെ മെയിൽ വേഷത്തിൽ പോയി എന്നെ ആർക്കും ഈ നിമിഷം അറിഞ്ഞുകൂടാ. ഇന്നിപ്പോ ഇത്തിരി ശകലം മുടി വളർത്തിയോണ്ട് മാത്രം മുടിയുടെ ഐഡന്റിറ്റിയിൽ മാത്രം എന്നെ തിരിച്ചറിയാവുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് വോഡോഫോൺ കോമഡി സ്റ്റാർസിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ. പുറത്തൊരു റോഡിലോ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ തിരിച്ചറിയത്തില്ല. അങ്ങനെ തിരിച്ചറിയുന്നവരുണ്ട്, നല്ലവരുണ്ട്, ചള്ളുവരുണ്ട്. പിന്നെ ഈ വേഷത്തിൽ വേറെയുള്ള പുറത്ത് ഷോകൾ ചെയ്ത് ആവശ്യമില്ലാത്ത ദുര്യോഗം ചെയ്യുന്ന ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെയുണ്ട്. അല്ല, ഇവിടെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയ അത് ഞാൻ ഇത് പിന്നെ പറയാം. പോലീസ് സ്റ്റേഷനിൽ പോയ എന്നെ അടിച്ചാൽ ഞാനും അടിക്കുമെന്ന്. പക്ഷെ തിരിച്ച് സ്ട്രക്ചറിലെ കൊണ്ടുവരാൻ പറ്റും. പോലീസ് സ്റ്റേഷനിൽ വെച്ചാൽ ഞാൻ പറഞ്ഞു തരട്ടെ. എന്റെ വ്യക്തിത്വം, എനിക്ക് എന്റെ ഇഷ്ടം ഒരാളുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടി വരികയാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ചാവുന്നതാണല്ലേ? സ്ട്രക്ചർ എന്നല്ല, നീ ലോറി കൊണ്ടുവന്നാലും ഞാൻ ചാവും. ഞാൻ പറഞ്ഞു തരുന്നില്ല, ഒരാളുടെ മുമ്പിൽ എന്റെ വ്യക്തിത്വം അടിയറ വെക്കാൻ ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആൾമാറാട്ടത്തിന് നിങ്ങളെ പേര് കേസെടുക്കാം. എന്തിനാണ്? നിയമം ഇവിടെ അങ്ങനെ അനുശാസിക്കുന്നുണ്ട്. പിന്നെ കഥകളി നടന്നെന്ന് പറഞ്ഞാൽ സാറ് കഥകളി കഴിയുമ്പം ഈ വേഷം അടിച്ചു മാറ്റുകയാണ്. ഇവര് അങ്ങനെയല്ല. പിന്നെ ഈ സമൂഹത്തിലല്ല വീട്ടിൽ നടക്കുന്നേ, നാട്ടിൽ തെറ്റിദ്ധരിക്കണ്ട. അവര് ഒരു ഷോ ചെയ്യാൻ ആ വേഷത്തിൽ പോകുമ്പോ പോലീസ് മനസ്സിലായില്ല. മുടിയൊക്കെ വളർത്തിയിട്ടിരിക്കുന്നത് അതെ. പന്നിൻ രവീന്ദ്രൻ മുടി വളർത്തിയിട്ടുണ്ട്. CPM സംസ്ഥാനത്തിന് പന്നിൻ രവീന്ദ്രൻ സ്ത്രീ വേഷത്തിലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുടിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ഫീമെയിൽ ചെയ്യുന്ന നമ്മളൊരു മുടി വളർത്തിയത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വരെ മുടിയും വളർത്തി 50 കമ്മല് വിട്ട് ഇങ്ങനെ യോയോ മോഡൽ സ്റ്റൈലാണ് ഇപ്പോഴത്തെ എല്ലാം. യോയോ മോഡൽ സ്റ്റൈലിൽ നടക്കുന്ന അവർ നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ഫീമെയിൽ ചെയ്യുന്ന നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് മുടി വളർത്തി നടന്ന കുറ്റം. എത്ര സിനിമാ നടന്മാർ മുടി വളർത്തിയ സിനിമാ നടന്മാരുണ്ട് ഇന്ന് ഈ ലോകത്ത്? എത്ര പേരുണ്ട്? മൈക്കിൾ ജാക്സൺ അല്ലേ ബാബുവിനെ മുടി വളർത്തി? മുടിയുടെ കാര്യം പറഞ്ഞാണ്. അന്ന് അപ്പൊ തന്നെ പോലീസ് പിടിച്ചോണ്ട്. അല്ല, ഒരു കാര്യം കൂടി ഓർക്കണം. അതെ, ഋതു പർണഘോഷ് എന്ന് പറഞ്ഞ് ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖ സംവിധായിക, അവര് ചെയ്ത ഏറ്റവും വലിയ വേഷം തന്നെ അവര് സ്ത്രീ ആണായിരിക്കുമ്പോ പെൺവേഷത്തിലേക്ക് ജീവിതത്തിൽ തന്നെ മാറിയ ആളാണ്. ഏറ്റവും അവർ ചെയ്ത അവസാന സിനിമ അതിനെ കുറിച്ചാണ്. കണ്ടിട്ടുണ്ടോ ഋതു പർണഘോഷിന്റെ? ഇതിനിപ്പോ ഇത്രയും പ്രാധാന്യം വരാൻ കാര്യം എന്താ? ഞാൻ എന്റെ ചെറുപ്പത്തിൽ നാടകം അഭിനയിക്കുമ്പോഴ് എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവര് സ്ത്രീ വേഷം കെട്ടി ഇതായൊരു വേഷം കെട്ടിയാണ് അഭിനയിച്ചത്. അന്ന് അവിടെ ആ പറമ്പിലോ ആ മറ്റുള്ളവരടുത്തോ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇതിനൊരു പറ്റിയൊരു സംസാരം അവതരിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ഫീമെയിൽ വേഷങ്ങൾ ഞാൻ 10-14 വർഷങ്ങൾക്ക് മുമ്പ് വരുന്ന സമയത്തും ഫീമെയിൽ വേഷങ്ങൾ എങ്ങനെ ഒരു നിസ്സാര ഒരു തുണിയെടുത്ത് കെട്ടിയോ അങ്ങനെയല്ല. അതിന് വ്യത്യസ്തമായിട്ട് നമ്മളിലുള്ള കുറെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ കഷ്ടപ്പെട്ട് ഡ്രസ്സുകളായാലും മേക്കപ്പുകളായാലും ഇതെല്ലാം ഓരോന്ന് ഈ ഓരോരോ സീനിൽ മാറുന്ന ഡ്രസ്സുകൾ അന്നത്തുള്ള ഫീമെയിൽസ് ഇങ്ങനെയല്ല ഒരുങ്ങുന്നത്. ഇങ്ങനെയാണ് ഒരുങ്ങുന്നത്. ഒരു കമ്മലിന് സാരിക്ക് മേച്ചായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. എന്റെ ജ്യേഷ്ഠ നാടകത്തിൽ അഭിനയിക്കുമ്പം സ്ത്രീ
കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. എൻ്റെ അമ്മ എങ്ങനെ നടക്കുമോ അതുപോലെ നാടകം കണ്ടവർ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അന്നും ഇതിനൊരു പ്രാധാന്യം അത്രയും കൊടുത്തു. ഞാനൊക്കെ സ്കൂളിൽ നാടകത്തിൽ സ്ത്രീവേഷം കെട്ടണമെങ്കിൽ ഇന്ന് ഇതേപോലെ ആയിരിക്കണം. അന്നത്തെ പോലെ ചിലപ്പോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഇന്ന് ഇതേപോലെ മാത്രമേ ആ ചേട്ടന് സ്ത്രീവേഷം കെട്ടാൻ പറ്റത്തുള്ളൂ. ചേട്ടൻ്റെ കണ്ണാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തോ നോട്ടം ചേട്ടാ, കലക്കി ചേട്ടാ. വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തായിരുന്നു. ഞാൻ ചേട്ടൻ ആട്ടെ വന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു, സ്മാർട്ടായിരുന്നു. ഞാൻ കണ്ടു മുടിയൊക്കെ വളർത്തി നല്ലൊരു ആണിൻ്റെ. അതേ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അവരുടെ ജീവിതമാണ്. അവർ കൊണ്ടുപോയി വീട്ടുകാർക്ക് എല്ലാവർക്കും അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും ഭയങ്കര കാര്യമാണ്. നമ്മളതാണ് സംസാരിച്ചത്. സൂര്യ ചേട്ടൻ ഇങ്ങനെ കലക്കി ഡെഡിക്കേഷനാണ്, അവരുടെ ഡെഡിക്കേഷനാണ്. അവരെ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ, സത്യം പറയാം. വേറെ ആർക്കും പറ്റില്ല, ഒരു നടന്മാർക്കും ഇങ്ങനെ പറ്റില്ല. അത് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതിന് കൂടുതൽ രോഷപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആ വ്യക്തി ഒരു ഫീമെയിലോ മെയിലോ എന്നല്ല ചിന്തിച്ചത്, അതൊരു കലാകാരനാണ് ആരാധിച്ചത്, ആസ്വദിച്ച് പറഞ്ഞത്. ഈ പറഞ്ഞ ആളിനെ ചിലപ്പോ അതുപോലെ കൂട്ടുകാർ വരെ ചിലപ്പോ കളിയാക്കിയെന്ന് വരും. അതാണ് ഇന്നത്തെ സമൂഹം. അതാ അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നിയമപരമായിട്ടുള്ള ചർച്ചയ്ക്കോ നിങ്ങൾ അറസ്റ്റ് അങ്ങനെയുള്ളതിനല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ സംവിധായകൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നിരീക്ഷണ പാഠവുമാണ്. അപ്പോൾ ഒരു സ്ത്രീയെ പോലെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്ന ഒരു വളരെ വ്യത്യസ്തമുള്ള കാര്യമാണ്. കാരണം ഒരു സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വരുന്നില്ല. അപ്പോൾ പിന്നെ കൂടാതെ ഇതിന് നിങ്ങൾ ചെയ്യുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് കണ്ട അതിന് അഭിമാനിക്കാവുന്നതാണ്. കാരണം ഒരേ ഒരു കാര്യം പറയാം, നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനം എന്ന് വേണം പറയാൻ. അല്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വേറെ ആരുണ്ട്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു അഭിമാനമാണ്. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എപ്പോഴും അഭിനന്ദനാർഹമാണ്. പിന്നെ കൂടാതെ ഇത് നമ്മുടെ പുരാണങ്ങളിൽ തന്നെ ഉണ്ട്, വിഷ്ണു വേഷം മാറി വന്നതും മായ മോഹിനിയായിട്ട് വന്നതും. അപ്പോൾ ആ ഒരു പരമ്പര പിന്തുടരുന്നതുകൊണ്ട് നിങ്ങൾ എന്തും അഭിമാനിക്കാവുന്നവരാണ്. കേരളത്തിൽ നമുക്ക് നിങ്ങളെ കൊണ്ട് അഭിമാനിക്കുന്നതാണ്. നിങ്ങൾ പെൺകുട്ടികൾ ആരും പറഞ്ഞില്ല അഭിപ്രായം. സാർ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക് ചേച്ചി എന്ന് വിളിക്കാനാണ് തോന്നുന്നത്, എങ്കിലും ചേട്ടാ തന്നെ സൂര്യ ചേച്ചി അത് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പം ആൾമാറാട്ടത്തിൻ്റെ ഒരു കാര്യം നമ്മുടെ ബാക്കിലൊരു ചേട്ടൻ പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരെ പോലെ 4 വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ്, അതും ഇതുപോലൊരു ഫേമസ് ആയിട്ടൊരു ഷോയിൽ പങ്കെടുക്കുന്നവർ, ഇവരെ നന്നായിട്ട് അറിയാൻ, പേരെടുത്ത് പറയുന്നു, സ്ഥിരമായി കാണുന്നു എന്ന് പറയുന്നു. ഇവരെ മനഃപൂർവ്വം ഒരു സെലിബ്രിറ്റിയെ അധിക്ഷേപിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മറ്റേതെങ്കിലും വശമുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു. എന്നെ ഇത്രയും പറഞ്ഞിട്ട് ജസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞ ഡാൻസ് ഒന്ന് കളിച്ച് കാണിക്കാം. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഡാൻസ് കളിക്കാനുള്ള മൂഡിലല്ല, എനിക്ക് പ്രോഗ്രാം അത്യാവശ്യമാണ്, പ്രോഗ്രാമിന് പോകണം. അത്രയും പറഞ്ഞ് അത്രയും ആക്ഷേപിച്ചിട്ട് എന്നെ അറിയാം, പ്രോഗ്രാം കാണുന്നുണ്ട്, നന്നായിട്ട് വരിക, പൈസയൊന്നും കളയരുതെന്ന് പറഞ്ഞ് എന്നെ പ്രോഗ്രാമിന് വേഗം പറഞ്ഞു വിട്ട ആളായി പോലീസുകാരൻ. അപ്പോൾ അത്രയും ആക്ഷേപിക്കേണ്ട കാര്യം എന്താ? ചില പോലീസുകാരുടെ ഒരു സാഡിസ്റ്റിക് മനോഭാവമായിട്ട് എടുത്താൽ മതി. എല്ലാ പോലീസുകാരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. കുറെ പേര്, കാരണം ഇന്ന് ഞാൻ ഉള്ളൂരാണ് താമസിക്കുന്നത്, തിരുവനന്തപുരത്ത്. ഉള്ളൂർ ജംഗ്ഷനിലെ ട്രാഫിക് പോലീസുകാരുടെ ഏതൊരു പ്രോഗ്രാം കഴിഞ്ഞ് എന്നെ കാണാനും കണ്ടിട്ട് അതേപോലെ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം. വന്നുടൻ പറയും, എന്നെ മോളെ എന്നെ വിളിക്കണം, മോളെ ഇങ്ങ് വാ, സൂര്യ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഇന്നലെ അത് നന്നായിരുന്നു, ഇത് നന്നായിരുന്നു, ആ നോട്ട ഇച്ചിരി കൂടി ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഇത്തിരി. എന്നോട് ഇപ്പോഴും പറയും. ഷിബുവും ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നൊരാൾ എന്നെ കളിയാക്കിയിട്ടുണ്ട്, അദ്ദേഹം ഇല്ലാത്തൊരു ദിവസം. ഇവിടെ നാടകം, കഥകളി ഇതുപോലെയുള്ള എല്ലാം ആളുകൾ വെറുതെറ്റ് കാമഡിയോട് ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് കാണുന്നത്. രാത്രി 10-11 മണിക്ക് എൻ്റെ ഭാര്യ ഇരുന്ന് കണ്ട് ചിരിക്കുന്നത് ഞാൻ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഈ ഫീമെയിൽ ചെയ്യുന്ന ഈ, അതായത് മെയിലായ നമ്മൾ ഈ രാത്രി ഇത്രയും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും പീഡനം, അതായത് ഇങ്ങനെ മാനസികമായിട്ട് തളർത്തുന്ന ഓരോ വാക്കുകൾ പറയുമ്പോൾ അപ്പം ചുമ്മയാണ് ഇപ്പോഴും സ്ത്രീ പീഡനം കൂടിക്കണം. അപ്പോൾ ഒരു നിസ്സാരമായിട്ടുള്ള സ്ത്രീയാണ് പുറത്തൂടെ രാത്രി ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ആവശ്യം കഴിഞ്ഞ് എന്തെങ്കിലും വർക്കും കഴിഞ്ഞ് എവിടെയെങ്കിലും വേറെ നാട്ടിൽ നിന്ന് വന്നാൽ ഇത്ര അപമാനമായിട്ട് അവന്മാർ എന്തോ ആയിരിക്കും കാണിക്കുന്നത്, ഈ പോലീസുകാരെല്ലാം ആരായാലും. നിങ്ങൾ പുരുഷന്മാരാണ്, നിങ്ങൾ വന്ന ശേഷം 4 പേരെയും കണ്ട ശേഷം കണ്ണെടുക്കാൻ സത്യം പറഞ്ഞാൽ തോന്നിയില്ല. നമ്മൾ 4 പേരും അവർ 4 പേരും കൂടെ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും നമ്മളെ നോക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ ഒരുങ്ങി വന്ന് ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ ഓരോ റിയാലിറ്റി ഷോസിൽ വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ കമ്മലിടുമ്പോൾ ഒരു ചെറിയ പ്രിൻസിപ്പിൾ ഉണ്ട്, വലിയ കമ്മലിടുമ്പോഴത്തേക്കും ചെറിയ ചെയിൻ ഇടണം, വലിയ ചെയിൻ ഇടുമ്പോൾ ചെറിയ കമ്മലിടുന്നുണ്ട്. ചെറിയ ചെറിയ നമ്മുടെ ടിപ്സ് ഉണ്ട് ടീനേജേഴ്സ് നോക്കി വെക്കുന്ന, അതുപോലും വളരെയധികം ശ്രദ്ധിച്ച് ക്യാരി ചെയ്തുകൊണ്ട് വന്ന് ഇവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഒരു അസൂയയാണ് തോന്നുന്നത്. ശരിക്കും നിങ്ങളൊക്കെ സ്കിൻ ഗ്ലോ ചെയ്യുന്ന സന്തോഷം തോന്നി. എനിക്ക് ഒരു പെൺകുട്ടികൾക്ക് ഒരു ചാൻസ് കൊടുത്തിട്ട് തരാം.
അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, നിങ്ങളെല്ലാവരും എന്താ ബാല്യകാലത്തിൽ സ്ത്രൈണഭാവം കുറച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ സാറ് പറഞ്ഞു, അതൊരു കുഴപ്പമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ തോന്നുന്നില്ല. കാരണം ഇപ്പോഴുള്ള ഒരു പ്രവണത, ഇപ്പം അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ കുട്ടികളുടെ ഒരു പ്രവണത എന്ന് പറയുന്നത്, ഈ പെൺകുട്ടികൾ തന്നെ ഒരു 4-5 ഒരു 7-8 വയസ്സാകുമ്പോൾ തന്നെ ആൺകുട്ടികളുടെ അറ്റയറിൽ ടീഷർട്ടും ജീൻസും ഇട്ടിട്ട് ആൺകുട്ടികളോട് കൂടുതൽ കളിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അങ്ങനെയുള്ളൊരു പ്രവണത ഇവർ എന്തുകൊണ്ടാണ് തിരിച്ച് പറയാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. തിരിച്ച് ഇതിനെ പറയുന്നതിന് ഒരു കൗണ്ടർ ആയിട്ട് ഒരു കുഴപ്പമില്ല, അതിന് ഒരു തിരിച്ചൊരു കൗണ്ടർ ഭാഗം ഉണ്ടെന്നുള്ള കാര്യം ആരും ചിന്തിക്കുന്നില്ല. അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം. ഞങ്ങളുടെ ചോദിക്കുന്നവർ ഇത് തന്നെ പറയുന്നത്, നിങ്ങൾക്ക് ജീൻസ് ഷർട്ട് ഇടാൻ ഞങ്ങൾ സാരി എടുത്തോണ്ട് കിടക്കാം. പെണ്ണുങ്ങളെ കളിയാക്കാറുണ്ടോ? സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. നമുക്ക് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. പല സ്ഥലത്തും പല ആക്ഷേപങ്ങളും പറയുന്നത്, ഓരോരുത്തർ ചില ആക്ഷേപങ്ങൾ മാത്രം കേട്ടിട്ടുണ്ട്. അവർക്ക് നാളെ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ അവരെന്ത് ചെയ്യും? സ്ത്രൈണതയുള്ള ഒരു കുഞ്ഞ് ഇപ്പം ജനിക്കുന്ന സമയത്ത് അറിഞ്ഞൂടെ ഇതിന് സ്ത്രൈണതയുണ്ടോ, നാളെ ഇങ്ങനെ ആവോ, അതറിയാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ അവർ കൊല്ലും അതിനെ, അത് വളർത്തുമോ, എന്ത് ചെയ്യും? അത് ചിന്തിക്കണം. ഒരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാലും ഇപ്പം എനിക്കൊരു സുഹൃത്ത് കാണാം, അതിനൊക്കെ ഷിബുവിന് ഇപ്പം ഷിബു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഷിബുവിനൊരു സുഹൃത്താണ്. ആ സ്ത്രീകൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ത്രീകൾ അങ്ങനെ ദുഷ്ടമായിട്ട് ചിന്തിക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ വേറൊരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഷിബു പ്രോഗ്രാം കളിക്കുന്ന സമയത്ത് ഷിബുവിൻ്റെ ഒരു ആത്മാർത്ഥമായ സുഹൃത്താണ്. അത് ഒരു പ്രോഗ്രാം കാര്യങ്ങളും എല്ലാം സംസാരിക്കാൻ പറയാം. ആ പുള്ളിയുടെ വൈഫ് വരെ ആവശ്യമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. സമിതിയിലുള്ള 1-2 പേര് ഞാൻ ഷിബു പറഞ്ഞ കറക്റ്റ് ഡയലോഗ് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, ഞാനൊരാണാണ്, എനിക്കൊരു സുഹൃത്താണ്, നമ്മൾ സുഹൃത്തുക്കളായിട്ടാണ് നിൽക്കുന്നത്, അല്ല അതിലൊരു വേറൊരു കമ്മിറ്റ്മെന്റ്. അങ്ങനെ പേര് ഒരുപാട് അല്ല മാനസികമായിട്ട് ഒരുപാട് അനുഭവിച്ചു. ഈ ഇടയ്ക്ക് അതിനെപ്പറ്റി മാനസികമായിട്ട് അനുഭവിച്ച്. സാറിന് മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് 2 ആൺമക്കള്. അവര് വിവാഹിതരാണോ? വിവാഹിതരാ. സാർ കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആരും വിവാഹം കഴിച്ചിട്ടില്ല? വിവാഹം കഴിക്കുകയാണെങ്കിൽ അല്ല, സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞതൊക്കെ നേരത്തെ പറഞ്ഞ് ശ്രേണഭാവത്തിൽ ഞാനോട് പറഞ്ഞു, ഞാനൊരു ഇതിലും പറഞ്ഞിട്ടൊക്കെ ഞാനൊരു പെണ്ണിനെ ലൈൻ അടിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ വിവാഹം ഉറപ്പിച്ച് 2 വർഷം എന്റെ മാരേജ് കാണും. തീർച്ചയായിട്ടും അതുണ്ട്, പ്രണയമുണ്ട് ഉണ്ട് പെൺകുട്ടിയായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ പ്രണയം? നിങ്ങൾക്ക് 2 പേർക്കും ഇല്ല? ഉണ്ടോ? എല്ലാവർക്കും ആവശ്യത്തിന് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട കേട്ടോ, കുഴപ്പമില്ല. വാസ്തവം പറഞ്ഞാൽ പണ്ടൊക്കെ സ്ത്രീകൾക്ക് വലിയ അഹങ്കാരം ഉണ്ടായിരുന്നു, ഞങ്ങൾ സുന്ദരികളാണ്. പക്ഷെ ഇവരെയൊക്കെ കണ്ടപ്പോ ഇപ്പൊ അവരെല്ലാം ബീറ്റായിരിക്കുക. ഒരാളിവിടെ സ്വയമേവ കീഴടങ്ങി. കാര്യം നമ്മളൊക്കെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പോലെ നമ്മൾ കാര്യം സ്ത്രീകൾ 1/2 മണിക്കൂർ 1 മണിക്കൂർ ആ മേക്കപ്പിനല്ലോ, അതിന്റെ പകുതി നമ്മൾ ആണുങ്ങൾ മേക്കപ്പ് ചെയ്താൽ ഇവരെക്കാട്ടിലും ഒക്കെ സുന്ദരിമാരായിരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ മുമ്പിൽ. ഇവര് 4 പേരെ വെച്ച് കണ്ടുകൊണ്ട് എല്ലാ ആണുങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? മിക്കവാറും എല്ലാ ആണുങ്ങളും നമ്മൾ മേക്കപ്പിന് അധികം സമയം ചെലവഴിക്കുന്നില്ല. നിങ്ങളുടെ വിവാഹ സങ്കല്പം എന്താണ്? വിവാഹ സങ്കല്പം? എൻ്റെ വിവാഹ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കി എന്നെ അറിയുന്നത് എൻ്റെ തൊഴിലതാണ്. ഞാൻ ഇതുകൊണ്ടാണ് ജീവിച്ചതും. എൻ്റെ ഇത്രയും നാൾ ഞാൻ കുറച്ച് ഭൂമിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ വേഷം ചെയ്ത് കഷ്ടപ്പെട്ട ഭൂമി മേടിച്ചു. എൻ്റെ വീട്ടുപകരണം എല്ലാം മേടിച്ച് വീട് ഉടനെ വെക്കും. ആ വീട് ഒരു 1.5 കൊല്ലത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനുള്ള നിവൃത്തിയില്ലാതെ ഞാൻ 5ാം ക്ലാസ് പോലെ ഒരു മെറ്റിലടിക്കാനും റോഡ് ഷോയ്ക്കും കൂലിപ്പണിക്കും മേശം പണിക്കും പോയിട്ട് ഒത്തിരി ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റേജ് പ്രോഗ്രാമിനെല്ലാം ഇടാൻ വന്ന് ഇത്രയും ലെവലായിട്ടും ഞാൻ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ വീട് മേടിച്ച് വീട്ടുപകരണങ്ങളില്ലാത്ത സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് എനിക്കിങ്ങനെ സ്വന്തമായിട്ട് എൻ്റെ മണ്ണിലൊരു വീട് വെച്ച് അതെന്ന് പറഞ്ഞ് 2 വർഷത്തിനകം ഞാൻ സ്വന്തമായിട്ട് ഒരു കല്യാണം കഴിയും. പിന്നെ ഇത്രയും നാൾ ഞാൻ കഷ്ടപ്പെട്ട ഞാൻ ഇങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ നടക്കുന്നത് അതിന് പൊരുത്തപ്പെട്ട പെണ്ണുമായിട്ടാണ് ഞാൻ സഹകരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിടത്തും പറഞ്ഞ് ഞാൻ ഈ ഫീമെയിൽ വേഷം ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ നാളെ ഫീമെയിൽ വേഷം എൻ്റെ ഫിഗർ ഇപ്പോൾ ഔട്ടായി പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ മേശപ്പണിക്കോ ഇവിടെ കൊത്തമ്പണിയാണെന്ന് കൊത്തമ്പണി അങ്ങനെയുള്ള പണിക്ക് പോയി ഞാൻ മാന്യമായിട്ട് നോക്കും. അത്രയും ഞാൻ പറഞ്ഞില്ല. എന്നെ മനസ്സിലാക്കി എന്നോടൊപ്പം സഹിച്ച് ജീവിക്കാനുള്ള ഏതൊരു ആ പെണ്ണിനെ പറ്റുമെന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പിലാണ് ഞാൻ ഈ ഇത്രയും പബ്ലിസിറ്റിയുടെ മുമ്പിൽ അത് പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, ഒരു കാര്യമുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അല്ല എല്ലാവരുടെയും വിവാഹ സങ്കല്പം പറയണോ? യെസ്. എനിക്കിപ്പം വിവാഹത്തെ കുറിച്ച് ഒരു ആലോചനയില്ല. വിവാഹത്തെ കുറിച്ചുള്ള ചിന്തയില്ല. അച്ഛനും അമ്മയും പറയുന്ന പെണ്ണിനെ അച്ഛനും അമ്മയും പറയുന്ന പെണ്ണിനെ കിട്ടൂ, അതിന് സ്വന്തമായിട്ടുള്ളതില്ല. അങ്ങനൊന്നുമില്ല, എന്നെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ്. അത്രേ ഉള്ളൂ. എനിക്കില്ല, ഞാൻ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. താല്പര്യമില്ല? എനിക്ക് താല്പര്യമില്ല, ഒരിക്കലും ഇല്ല. ചിന്തിച്ചിട്ടില്ല? ഞാൻ ചിന്തിക്കാത്തല്ല, ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച ആളാണ്. എനിക്കിപ്പോൾ വിവാഹ സമയമാണ്, കഴിക്കണമെങ്കിൽ ഇപ്പോൾ കഴിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ ജീവിതത്തിൽ സമ്പാദിച്ചിട്ടുള്ള സുഹൃത്തുക്കളെയാണ്. എനിക്കുള്ളത് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും. പക്ഷെ എന്നെ പോലുള്ള ഫീമെയിൽ ചെയ്യുന്ന ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പേരെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ നല്ല രീതിയിൽ പോകും, ചിലതൊക്കെ. അപ്പം ഞാനും ഇങ്ങനെ കണ്ടിട്ട് ഇനിയിപ്പം നാളെ ഞാൻ കെട്ടിക്കൊണ്ടുവന്നാൽ എങ്ങനെയാകും?
എന്നൊരു ആശങ്കയുണ്ട്. ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് തയ്യാറല്ല. എനിക്കൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരാം, അതിനെ പോറ്റാം. ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടാ, കഴിവില്ല എന്നൊന്നുമല്ല. പക്ഷെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് പോറ്റാൻ എനിക്ക് വയ്യ, ചതിക്കാൻ വയ്യ ഒരു പെണ്ണിനെ. അതാണ് എൻ്റെ തീരുമാനം. അപ്പൊ അതുകൊണ്ട് വേണ്ട. അല്ല, എൻ്റെ കൂടെ ഇറങ്ങി വരുന്ന പെണ്ണുകൾ എങ്ങനെയാണെന്ന് ഇല്ല. അല്ല, ഈ വിവാഹ ജീവിതത്തോട് താല്പര്യമില്ല എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പേര് വിവാഹത്തിന് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹം കഴിച്ചേ മനുഷ്യർ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഇതൊന്നുമില്ല. ഫ്രാങ്കായിട്ട് അവർ തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും ഇവരുടെ പെർഫോമൻസിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ഒരു സ്കിറ്റ് ഒന്ന് അവർക്ക് എല്ലാവർക്കും കൂടി ഇത് ചെയ്യാനായിട്ട് സ്കിറ്റ് അവതരിപ്പിക്കാമോ? ഇത് ഏഷ്യൻ വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ നല്ല റെക്കോർഡ് റേറ്റിങ്ങോടുകൂടി ഹിറ്റായ ആദ്യരാത്രിയാണ്. ഞാൻ ഇവിടെ നിൽക്കുന്ന ഒട്ടും എല്ലാം നമ്മൾ ഈ 4 ഫീമെയിൽസും ശശാങ്കൻ മയ്യനാട് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലിപ്പം മെയിലില്ലാത്തതുകൊണ്ട് ശശാങ്കൻ റോള് ഞാൻ ചെയ്യും, ഫീമെയിലും അമ്മയായിട്ടവർ. നിങ്ങളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സ്കിറ്റ് ഇവർ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരിക്കുക. എനിക്ക് കിട്ടുന്ന ഓരോ പീസുകളെ എന്ത് നല്ല മണം, എന്താ അടിച്ചിരിക്കുന്നു. ഒരു സെന്റാ. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പാത്തിരിക്കുകയായിരുന്നു. എന്തിന്? എല്ലാവരും ഒന്ന് പോകട്ടെ എന്ന് കരുതി. ആട്ടെ, വീട് വിട്ട് ഇറങ്ങിയ ചെറിയ ഭയം വല്ലതും ഉണ്ടോ? ഓ, കൊക്ക് ഇത്ര കുളം കണ്ടതാ. ഈ കൊക്കിനെ ഞാനൊക്കെ കറി വെച്ച് തിന്നോട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം, മുണ്ടിൽ തൊണ്ടേ കൊടുങ്ങാതെ നോക്കണം. ഹായ്, തോമാസ കറിയാണെന്ന് തോന്നുന്നത്. അല്ല, വെൺകുളം കറിയാ. ആട്ടെ, നമ്മുടെ ഹണിമൂൺ ട്രിപ്പിന് എവിടെ പോവാം? ഊട്ടിയിലായാലോ? ഊട്ടി എന്നൊക്കെ പറഞ്ഞ തണുപ്പാ പെണ്ണെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആദ്യ രാത്രിയാണ്. അല്ലേ 9 മണിയാവുമ്പോ കഥയൊക്കെ അങ്ങ് അടച്ചോ? അമ്മ എന്തിനാ അമ്മ എവിടെ വന്ന് നിൽക്കുന്നത്? അമ്മ എന്തിനാ അമ്മയെന്ന് ഇങ്ങോട്ട് മാറിക്കേ. 9 മണി ആയപ്പോഴത്തേക്ക് കഥവും അടച്ചോ? പുതിയ പെണ്ണല്ലേ, ഞാൻ കാര്യങ്ങളൊക്കെ ചെറുത്ത് അങ്ങോട്ട് മാറിക്കടി. മോളെ, ഇത്തിരി ചൂടുവെള്ളം എടുക്കട്ടെ അടി? വേണ്ടേ? നിനക്ക് ഇത്തിരി ചൂടുവെള്ളം എടുക്കട്ടെ? വേണ്ട അമ്മേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചൂടുവെള്ളം വേണോ? ആർക്കും വേണ്ട. വേണ്ട അമ്മേ, ഒന്നിറങ്ങി പോവാൻ വെച്ച്. ഈ സ്കിറ്റിൽ അവസാനിക്കുന്നില്ല. സ്ത്രീവേഷം കെട്ടിയ ആൺ കലാകാരന്മാരുടെ കഥ തുടരുകയാണ്. നർമ്മത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും നിറക്കൂട്ടുകളുമായി അവർ എത്തുന്നു അടുത്ത ആഴ്ച ഇതേ സമയം. പി ജെയിംസ് സൈനിങ് ഓഫ്. ഇന്നും ഞാൻ ആ റോഡിൽ ചെന്നിരുന്ന് പൊതിയൂണ് കച്ചവടം ചെയ്യും. ഞാൻ ചായ കച്ചവടം ചെയ്തിട്ടുണ്ട്, മുറുക്കാൻ കച്ചവടം ചെയ്തിട്ടുണ്ട്, പല മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 10 രൂപ കൂടുതൽ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ വേഷത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കഥകളിയിലാണ് ഇത്, ശാസ്ത്രീയ കലയാണ് ഇത്. നാടകവും മനസ്സിലായി. ശൃംഗാരം എന്ന് പറയുമ്പോൾ ശൃംഗാരം, ഹാസ്യം, അതായത് വെറുപ്പ്. ഭവ്യమైన ആത്മഭാവം, రమ్యమైన జీవరాగం, నవ్యమైన నిత్యతాళం, నిఖిల జగతి మూలం.